മദ്യം, ലഹരി, ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന ഒരു ഘടകമാണ്. അനവധി പേർ സ്മോക്കിംഗ് ചെയ്യുന്നു, ഒത്തിരി പേര് മദ്യം ഉപയോഗിക്കുന്നു, വായിക്കകത്തിടുന്ന പാൻ മസാലകൾ, ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒട്ടനവധി മനുഷ്യർ ഉപയോഗിച്ച് അത് അവർക്ക് പരാജയമായി മാറുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. RCCയിലൊക്കെ പോയി നോക്കുമ്പോൾ ഒത്തിരി പേർ പ്രത്യേകിച്ച് ഓറൽ അൾസറായും ശ്വാസകോശ രോഗത്തിനും മറ്റു ക്യാൻസർ പോലുള്ള രോഗത്തിനും ഒക്കെ ഇടയായി നിൽക്കുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളാകട്ടെ, നമ്മൾ മാതാപിതാക്കൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ അയക്കുന്നത്. ഒരു കുഞ്ഞ് മകളോ മകനോ ജനിക്കുമ്പോൾ നമുക്കറിയാം, എന്റെ മകനെ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ ഒരു IAS കാരനാക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേക ദൗത്യങ്ങളുണ്ട്. അതിന് പ്രകാരം ആ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സർവ സമ്പത്തുകളും അവർ കണ്ടെത്തി, അപ്പൻ അമ്മ ജോലികൾ കണ്ടെത്തി ആ ധനം മക്കളുടെ വിദ്യാഭ്യാസത്തിനായി വിനിയോഗിക്കുന്നതായി കാണാൻ കഴിയുന്നു. എന്നാൽ അവർ ചെറുപ്രായമായിക്കൊണ്ട് ഡിവിഷൻ പഠിക്കുവാൻ ഏൽപ്പിക്കുന്നു, നല്ല അഡ്മിഷൻ കൊടുക്കുന്നു, നല്ല നിലവാരങ്ങൾ കൊടുക്കുന്നു. ഒരു 10-15 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 12 വയസ്സ് കഴിയുമ്പോൾ അവർ വഴിവിട്ട അനുഭവങ്ങളിലേക്ക് മറ്റുള്ളവർ കൊണ്ടുപോകുന്ന അനുഭവം എന്താണ്? ഈ നാളുകൾ NDM പോലുള്ള അതേ മാരകമായ ലഹരി വസ്തുക്കൾക്കാണ് ഇളം തലമുറകൾ വീണുകൊണ്ടിരിക്കുന്നത്. ആ ഇളം തലമുറകളായി തകർക്കുന്നതിലൂടെയോ ഈ ചെറിയ ലഹരി വസ്തുക്കൾ കൊടുത്തിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരികൾ കൊടുത്ത് ഓരോരുത്തരുടെ ചാരിത്രശക്തി നഷ്ടമാക്കുക, വീണ്ടും വീണ്ടും അവരെ അതിനുവേണ്ടി ചൂഷണം ചെയ്യുക. അവരുടെ വിദ്യാഭ്യാസം നിലയ്ക്കും. നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ആരോടും സംസാരിക്കാതെ ആകുന്നു. അവർ മാനസികമായ ചില അസ്വസ്ഥതകൾ പെരുമാറുന്നു. ചിലപ്പോൾ പെട്ടെന്ന് ചില കുഞ്ഞുങ്ങൾ ആത്മഹത്യകൾ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ നാളുകൾ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടും അറിഞ്ഞും പോകുന്നവരാണ്. നമ്മൾ ഓരോ ചുവരുകൾക്കകത്തും നാം ആയിരിക്കുമ്പോഴും അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില അനുഭവത്തെ നമുക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം, ഞങ്ങളിത് സമേതമായി ഓരോ ഗ്രാമങ്ങളിലും ഓരോ ദേശങ്ങളിലൂടെയും പോയി ഇതിനെക്കുറിച്ച് അറിയിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്രകാരമുള്ള അനുഭവത്തിൽ ഉണ്ടെങ്കിൽ അവരെ നേരായ മാർഗത്തിൽ നയിക്കുവാൻ ഞങ്ങൾക്ക് തന്നിയ ആ ഒരു പ്രചോദനമാണ് ഇന്ന് ഈ ഗ്രാമത്തിൽ ഈ പ്രദേശത്തിനകത്ത് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് അതേ മാമ്പഴക്കര ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും നടന്ന് ഇന്ന് ഈ സ്ഥലത്തിലും ഇപ്പോൾ നടക്കുവാൻ ഇടയായിരിക്കുന്നത്. അപ്പോ കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യൻ സ്വയബോധം നഷ്ടപ്പെട്ടും ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനമേറിയ ഏത് കുടുംബത്തിനകത്ത് നോക്കിയാലും മക്കൾ വിദ്യാഭ്യാസമുള്ളവരാണ്. അതെ, എല്ലാവിധമുണ്ട്. പക്ഷേ ഒരു കുഴപ്പം മാത്രം എന്റെ മകനും മകൾക്കുണ്ട്. എന്താ? ആ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന പ്രോബ്ലം. അവരെ ജോലി തിരക്കിന്റെ ഭാരം കൂടുതലായതുകൊണ്ട്, മറ്റു കാര്യങ്ങളായതുകൊണ്ട് അതിന് അത് ആവശ്യമാണ്. അതില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫയൽ കാര്യങ്ങൾ ഇതൊക്കെ എടുത്ത് കരുതി വയ്ക്കുന്നത് പോലെ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ആധാർ കാർഡ് പ്രാധാന്യമേറി ഉപയോഗിക്കുന്നത് പോലെ, ID കാർഡ് ഉപയോഗിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള ജീവിതത്തിനകത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ടതായ, ഷുഗർ പേഷ്യന്റ് കരുതുന്ന മരുന്നത് പോലെ, BP പേഷ്യന്റ് കരുതുന്ന മരുന്ന് പോലെ ഇന്ന് പ്രത്യേകിച്ച് കരുതുന്ന ഒന്നാണ്
ഡിപ്രഷന്റെ മരുന്നുകൾ. അത് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലും ഉണ്ട്. ഒന്ന്, ലഹരി ഉപയോഗിച്ച് അതിലൂടെ ഡിപ്രഷൻ മാനസികാരോഗ്യ അനുഭവത്തിലേക്ക് പോകുന്നവരുണ്ട്. അല്ലാതെ പല കാര്യങ്ങളിൽ ഇടകലർന്ന് അതിൽ വരുന്നവരുണ്ട്. അപ്പോ ഇത് അതിന്റെ ശിഖരങ്ങളോ ഒരു വൃക്ഷത്തിന്റെ ശിഖരം പോലെയാണ്, എങ്ങോട്ട് എവിടെയൊക്കെ കിടക്കുന്നെന്ന് അറിയാൻ പറ്റുന്നില്ല. പലതരത്തിലും പറയപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്നവരാണ്. ഇത് പറയപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിത് പറയപ്പെടുമ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ ഒരു 10-40 വയസ്സിന് മുൻപോട്ടുള്ള തലമുറകളായ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു 100 രൂപ വേണമെങ്കിൽ ആ 100 രൂപ എന്താണ്, എത്ര ദിവസം ചോദിച്ചാൽ ആ 100 രൂപ ഒരു സാധാരണക്കാരനായ കുടുംബത്തിൽ നിന്നും ആ കുഞ്ഞിനെ കൊടുക്കും, ആ മകന് അത് കൊടുക്കും. അതിന് കൊടുക്കാൻ വേണ്ടി എന്തുമാത്രം പരിശ്രമങ്ങൾ, എത്ര ദിവസം കാത്തിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഒരല്പ ധനം, ഒരു 5000 രൂപ വേണം, ഒരു 10,000, ഒരു 20,000 രൂപ 10-15 വയസ്സായ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ 16-17 വയസ്സായ ഒരു കുഞ്ഞ് നിമിഷ നേരം കൊണ്ട് ചെലവഴിക്കുകയാണ്. ആരുടെ ധനം? അപ്പന്റെയോ അമ്മയുടെ ധനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ അപ്പന്റെ ഗൂഗിൾ പേയിൽ നിന്ന് 20,000-ഓളം രൂപയെടുത്ത് ഒരു വലിയൊരു ഫോൺ വാങ്ങാൻ അതിനെ കൊടുത്ത് ഓർഡർ ചെയ്ത് മറ്റൊരു പൈതലിന്റെ അക്കൗണ്ടിൽ കൊടുത്ത് ആ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ എടുത്ത് ഫോൺ വാങ്ങി. പോലീസുകാർ വഴിയിൽ വെച്ച് കണ്ടെത്തി ഇത് ഫോൺ ഉപയോഗിക്കുന്ന കൊച്ചു പൈതങ്ങളാണ്. പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പനെ വിളിച്ചു വരുത്തി. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ. അപ്പോ അപ്പനും അമ്മയ്ക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. എല്ലാം ഇന്ന് ഫോണിലൂടെ ഗൂഗിൾ പേ. കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ തന്നെ അവർ ആഗ്രഹിക്കുന്ന സാധനം പെട്ടെന്ന് ഓർഡർ ചെയ്യാണ്, വരെയാണ്. അപ്പോ അതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന ധനം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒത്തിരി ലഹരി പദാർത്ഥങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. സ്മോക്കിംഗ് എന്ന് പറയപ്പെടുമ്പോൾ ബീഡി, സിഗരറ്റ് എല്ലാം ആയിട്ടുണ്ട്. അതിന്റെയൊക്കെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നു സ്മോക്കിംഗ് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു എന്ന്. അതെ, വായിക്കുമ്പോൾ ചെറിയ അക്ഷരത്ത്, വലിയ വീടിന്റെ പരസ്യം കൊടുത്തിട്ട്, സിഗരറ്റിന്റെ പരസ്യം കൊടുത്തിട്ട് ചെറിയ ഒരക്ഷരത്തിൽ ഇംഗ്ലീഷിൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നു. അവിടെ അത് കൊടുത്തിരിക്കുമ്പോൾ അത് സ്മോക്കിംഗ് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു, ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണ് എന്ന്. അപ്പൊ ഇത് കേട്ടിട്ടും സാധാരണക്കാർ വലിച്ചു കൊണ്ടുപോവുകയാണ്. വലിക്കുന്ന അതേ യുവാക്കന്മാരാകട്ടെ, മധ്യവയസ്കരാകട്ടെ, അത് വാർദ്ധക്യമാരാകട്ടെ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വലിച്ചൂതി വിടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ പുക ശ്വസിക്കുന്നെങ്കിൽ അവർ രോഗികളായിട്ട് മാറുന്നു, വലിക്കുന്നവർ രോഗിയായിട്ട് മാറുന്നു. സ്മോക്കിംഗ് അതിൻ്റെതായ ആ വീടി സെസന്റെ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നവരും അത് സെയിൽ ചെയ്യുന്നവരും ലാഭത്തിലേക്ക് പോകുമ്പോൾ, അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടു പോകുമ്പോൾ, ഇത് വാങ്ങി വലിക്കുന്നവന്റെ സ്ഥിതി കീഴോട്ട് പോകുന്ന, തകർന്നും രോഗിയായും ക്ഷീണമായും കുടുംബം തകരുന്ന അനുഭവത്തിലേക്ക്. അപ്പോ സ്മോക്കിംഗ് ഇത് വലിച്ച് ഇത് ഉള്ളിനകത്ത് വിടുമ്പോൾ വിട്ടുമാറാത്ത ക്ഷമ നിരന്തരമായി വന്ന് ഭവിക്കും. ഉറക്കാൻ പറ്റത്തില്ല. പുലിയമനൂർ കോട്ടയിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രി, അവിടെ നെഞ്ചുവേദന എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അവിടെ ഉറക്കമെന്നൊരു സംവിധാനം ഉണ്ടാകത്തില്ല. കഫത്തിന്റെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക, കാര്യം ചെയ്യുക, ഇതൊക്കെ പേടി അതിനകത്ത് വലിച്ച് എത്ര പറഞ്ഞാലും കേൾക്കാത്ത, അവർ ഉറങ്ങാൻ പറ്റത്തില്ല. കട്ടിലുണ്ട്, അവിടെ രാത്രിയോ പകലോ വ്യത്യാസമില്ല, ഇങ്ങനെ ഇതിന്റെ ഇത് തന്നെയാണ് കുരുങ്ങി ചുമക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, വലിക്കുന്ന വ്യക്തികൾക്ക് അറിയുന്നില്ല ഇപ്പോഴത്തെ ആരോഗ്യത്തെ വലിക്കും, ഇപ്പോഴത്തെ സ്ഥിതിക്ക് വലിക്കും. മുൻപിലോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് ഓർക്കുക. മദ്യത്തിന്റെ ബോട്ടിൽ എഴുതിയിരിക്കുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയും. അപ്പോ ഇന്ന് ഏത് കുടുംബത്തിനകത്ത് നോക്കിയാലും ഒരു ബോട്ടിൽ എന്തായിരുന്നാലൊക്കെ ചിലയിടത്തൊക്കെ കാണും, അത് കാണും. അപ്പൊ അത് എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല ആരോഗ്യമുള്ള ശരീരം, സൗന്ദര്യമുള്ള ശരീരം, ഇത് ഉണ്ടാക്കുന്ന വ്യക്തിക്കും സെയിൽ ചെയ്യുന്ന വ്യക്തിക്കും ലാഭവും അവരുടേതായ വസ്തുവകൾ അത് വിസ്താരമായി അവരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായിട്ട് മാറുന്നു. ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർ സമ്പത്തുള്ളവരാണെങ്കിലും ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹം മാസം തോറും വാങ്ങിക്കുന്ന ശമ്പളം എല്ലാം ആകട്ടെ ഈ മദ്യത്തിന് വേണ്ടി കൊടുക്കും. പക്ഷേ അത് ഈ സമ്പത്ത് ഈ മദ്യം ഉപയോഗിക്കുന്നവരുടെ കമ്പനി കൂടുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വസ്തുക്കൾ വിൽക്കാൻ തുടങ്ങും. അത് വലിയ
ലഹരി വസ്തുക്കൾ തുടങ്ങും, ഓർണിക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിൽക്കാൻ തുടങ്ങും. ഇതെല്ലാം വിറ്റ് മൃഗസമ്പത്തുകളെ വിറ്റ് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭവനം പണിയപ്പെടുവാനോ പണിതാൽ പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയി കിടക്കുന്ന അനുഭവം. ഇത് മാത്രമല്ല, മദ്യപിച്ച് ചില വ്യക്തികൾ അത് സ്വയബോധം ഉണ്ടാകത്തില്ല. അവരുണ്ട്, ഭാര്യയെ കാണുമ്പോൾ അടിക്കും, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അടിക്കും, അമ്മയപ്പന്മാരെ കാണുമ്പോൾ അടിക്കും, അതേ മക്കളെ കാണുമ്പോൾ തല്ലും. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതുണ്ടായിട്ട് ഒത്തിരി കുടുംബജീവിതം രണ്ടായി, അതായത് വിവാഹബന്ധം റദ്ദാകുന്ന അല്ലെങ്കിൽ വിവാഹബന്ധം അത് രണ്ടായി, അത് ഡൈവോഴ്സായി നിൽക്കുന്ന അനുഭവത്തിലേക്ക് എത്തുന്നത്. കേസ് പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ പറ്റുക? എന്റെ ഭർത്താവ് പിടിക്കാത്തപ്പോൾ കുഴപ്പമില്ല, എത്രയോ പ്രാവശ്യം എത്രയോ പേർ ഒരുമിപ്പിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ദേഹമുദ്രം മറ്റുള്ളവരെ വെച്ച് അത് ഭാര്യയെ അത് പറയുന്ന അനുഭവം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോ ഇത് മദ്യം ഭാര്യ ഭർത്തൃ ബന്ധത്തെ രണ്ടാക്കുന്നു. അത് അപ്പനും അമ്മയും ഒരുമിച്ച് അവരോട് താമസിക്കേണ്ട കുഞ്ഞുങ്ങളെ രണ്ട് ഘട്ടങ്ങളിലേക്ക്, ഒന്നേ അപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ആക്കുന്ന അനുഭവത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മദ്യപാനം കുടുംബജീവിതം നയിക്കുന്ന സഹോദരന്മാരെ, മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മദ്യം വേണോ? നിങ്ങളുടേതായ അല്പ താൽക്കാലിക ആശ്വാസത്തിന് നിങ്ങൾ കണ്ടെത്തുന്ന ഈ മദ്യം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ, മക്കൾ മരുമക്കൾ ചെറുകുഞ്ഞുങ്ങളുള്ള പ്രതീക്ഷ നഷ്ടമാക്കുന്നു. അത് കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ഭാവിയിൽ പ്രവേശിപ്പാൻ, മകനൊരു ഭാവിയിൽ പ്രവേശിപ്പാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ സമ്പത്ത് മുഴുവനും മദ്യത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു. നിങ്ങൾ കടക്കാരായി നിൽക്കുന്നു. ഇത് നിങ്ങൾ നോക്ക്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിങ്ങൾ അകറ്റുന്നു മദ്യം, ഈ ലഹരി. നിങ്ങളുടെ സ്നേഹിതരിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നു. നിങ്ങളോട് പഠിച്ചവർ ഡോക്ടറായോ ഒരു പോലീസ് ഓഫീസറായോ മറ്റു ഉദ്യോഗസ്ഥന്മാരായോ ഒക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയോ എത്താതെ കിടക്കുന്നു. അവിടെ മുൻപ് നിങ്ങൾ തല നിവർന്ന് നിൽപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യം. തൽക്കാലം കുഴിക്കുന്ന എത്രയും പേരുണ്ട്. എങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ സ്വാഭാവിക ജനത്തിന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. പ്രിയമുള്ളവരെ, ഈ മദ്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏത് സംഘടനയാകട്ടെ, ഏത് മതക്കാരാകട്ടെ, എല്ലാവരും മനുഷ്യരാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ മനുഷ്യരെ ഒന്നുമില്ലാതെയാക്കുന്ന, ആ മനുഷ്യരെ സീറോയാക്കുന്ന, ആ മനുഷ്യനെ രോഗത്തിലൂടെ ദണ്ഡിപ്പിച്ച് രോഗത്തിലൂടെ നശിപ്പിക്കുന്ന അനുഭവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വരച്ച് കാണിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ വേണ്ട. നോക്കുക, ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ കയറി 2 മാസം കഴിഞ്ഞുള്ളൂ. എത്രയോ ആയിരം കിലോ കണക്കിനുള്ള കഞ്ചാവുകളും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും അത് തമിഴ്നാട്ടിൽ നിന്നാകട്ടെ കേരളത്തിൽ നിന്നാകട്ടെ അവിടെ ഇപ്പോൾ വന്ന ഭരണകർത്താക്കൾ ഇതെല്ലാം വേട്ടയാടി പിടിക്കുകയാണ് എവിടെ വെച്ചാലും. ഇതൊക്കെ സ്കൂൾ പരിസരങ്ങളിൽ നിന്നും സ്കൂൾ പരിസരങ്ങളുടെ അധ്യാപകർ അല്ലെങ്കിൽ അതിൻ്റെതായ അധികൃതർ വരെ സപ്പോർട്ട് ചെയ്യുകയാണ് ലഹരിയുടെ കാര്യങ്ങളിൽ. എല്ലായിടത്തുമല്ല, ചിലയിടങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മീഡിയകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഇതെന്താണ്? കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുന്ന ഒരു ഘടകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇനിയുള്ള ഭാവി എന്തായിത്തീരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും എന്ന് നമുക്ക് ഓർത്തു നോക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ അവസ്ഥ, ഈ സ്ഥിരീകരണത്തിൽ നിന്നും പരിപൂർണമായ ഒരു ഡിഫറൻ്റായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് മനുഷ്യനെ വരണമെന്ന് ആഗ്രഹം മനുഷ്യർ പലപ്പോഴും ഉണ്ട്. എങ്കിലും വരാൻ കഴിയാതിരിക്കുന്നു. കാലാകാലങ്ങളിൽ മാറി വരുന്ന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റുകൾക്കകത്താകട്ടെ, രാജ്യത്തിനകത്താകട്ടെ, ഇന്ത്യ ഗവൺമെന്റിലാകട്ടെ, ഈ മദ്യലഹരി അതിലിരിക്കുന്നവരെ നേരായ മാർഗത്തിൽ കൊണ്ടുവരാൻ ഡിലീസ് സെന്ററുകളും മറ്റു ക്രമീകരണങ്ങളും അതിനുവേണ്ടി സാമ്പത്തിക നന്മകൾ അത് മാറ്റിവെക്കുകയും അതിന്റെ ഉദ്യോഗാർത്ഥികൾ അതിന്റെ കെട്ടിടങ്ങളും സ്ഥലങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ അതിൽ നിന്നും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനോ അതിൽ നിന്ന് കുറഞ്ഞു പോകുന്ന അനുഭവമല്ല. ഓരോ ആണ്ടുകളിലും അത് കൂടിക്കൂടി വരുന്നതായി കാണാൻ കഴിയുന്നു. അപ്പോ ഇവിടെ ഒന്നും ഒരു ശാശ്വതം കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരിക്കൽ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അതിന്റെ ഓർമ്മ ശരിയാണ് 1994 മദ്യം നിരോധനം ചെയ്തു ഒരു സർക്കാർ. ചാരായ നിരോധനം നടത്തി.
അന്നത്തെ നിരോധനത്തിന് എതിരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ പ്രിയപ്പെട്ടവർ അവരെ കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, അതുകൊണ്ട് മദ്യം പൂർണ്ണമായി നിർത്തുവാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു ബാറുകൾ തുറക്കുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടിയിട്ട് സഹോദരിമാർ വരെ ജാഥയായി ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ചില വ്യക്തികൾ ഇറച്ചി കഴിക്കും, ചിലർ മീൻ കഴിക്കും, ചില കഴിക്കില്ല, വേണ്ട എന്ന് പറയുന്നത്, ഇന്ന ആഹാരം കഴിക്കില്ല, വേണ്ട എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ അബോധമായ ചിന്ത, അവന് ദൃഢമായ ഉറപ്പാണ്, എനിക്ക് ഇന്നത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വലിയ മദ്യപാനിയാണെങ്കിലും അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർത്താൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത് ആ മനുഷ്യന്റെ അവസ്ഥയാണ്. അപ്പോ അത് തുടർന്നു. ഒരു ഡോക്ടറെ അടുത്ത് പോയി പറയും, ഇത് കുറേശ്ശെ നിർത്താനേ പറ്റത്തുള്ളൂ. ഡോക്ടറെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ ക്രമീകരണമുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ അബോധ മനസ്സിന്റെ ചിന്ത, ആ ദൃഢമായ ഉറപ്പാണ്, എനിക്കത് വേണ്ട എന്ന് വെച്ചാൽ വേണ്ട തന്നെയാണ്. അപ്പോ ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം, മദ്യം അത് നിരോധിക്കപ്പെട്ട ഒരു മേഖല, ഒരു സന്ദർഭം നമുക്ക് വേണം. ഇന്ന് മറ്റൊന്നുമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ വേട്ടയിൽ അടിമയായി അത് മൊത്തവും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യങ്ങളെ, മനുഷ്യ സമൂഹത്തെ മൊത്തവും വിഴുങ്ങുന്നത് ലഹരിയാണ്. നമ്മൾ മറന്നു പോകരുത്. മനുഷ്യരായിരിക്കുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് എല്ലാവരെയും വാഹനം ഓട്ടിക്കുന്നു, ലഹരി അടിച്ചുകൊണ്ട് വാഹനം ഓട്ടിക്കുന്നു, പെട്ടെന്ന് അപകടം. അത് സ്വാഭാവികമായി പോകുന്നവരൊക്കെ നിമിഷങ്ങൾ കൊണ്ടുപോവുകയാണ്. അതേ നിസ്സാരമായി പോകുന്ന മനുഷ്യർക്ക് വരെ ലഹരി അടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ അടിച്ചിട്ടിട്ട് പോവുകയാണ്. അപ്പോ ലഹരി കൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ, ഒരുപാട് ദോഷങ്ങൾ വന്ന് ഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ലഹരിയെ വിട്ടു മാറ്റുക. ലഹരി അടിച്ചുകൊണ്ട് ആത്മഹത്യകൾ ചെയ്യുന്നവരുണ്ട്. നോക്കുക, അവർക്കാണ് ലഹരി കഴിച്ചുകൊണ്ട് ചെയ്യാം, ഈസി. പക്ഷേ പിന്നീട് ദുഃഖം അനുഭവിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവർ. അപ്പോ ലഹരി, ഞാൻ ആകെ മൊത്തം പറയട്ടെ, ലഹരി നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ട. നമുക്ക് ഒത്തൊരുമയോടെ നിൽക്കുവാൻ. അപ്പോ ഞാൻ ഇത് പറയപ്പെടുമ്പോൾ നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? ലഹരിയെ കുറിച്ച് നിങ്ങൾ പറയുന്നു. ഇത് പറയാൻ എളുപ്പം, അനുഭവം. ഞാൻ എന്നെ മനസ്സിലാക്കിയത്, ഈ ലോകത്തിൽ നല്ല വാർത്ത അല്ലെങ്കിൽ സ്വതുവർത്തമാനം എന്ന് പറയപ്പെടുന്ന ഒന്ന്, മനുഷ്യന് ഉപദേശത്തിലൂടെ അവനെ നേർവഴിക്ക് നയിക്കുക എന്ന് പറയുമ്പോൾ മദ്യപാനി അത് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവത്തിന്റെ അംശികളാണ് നാം, മനുഷ്യരായ നാം. ദൈവം ഉണ്ടാക്കി, ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോ മദ്യത്തിൽ നിന്നും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന വ്യക്തി അതിൽ നിന്നും വിട്ടുതിരിഞ്ഞ് വരേണ്ടത് ആവശ്യം. ഈ സ്വതവർത്തമാനം അല്ലെങ്കിൽ നല്ല വാർത്ത എന്ന് പറയുന്നത് സുവിശേഷം എന്ന് കാണാൻ കഴിയും. ഈ സുവിശേഷത്തിന്റെ ആധികാരികമായ അനുഭവത്തിലൂടെ എത്രയോ പേരെ അതിൽ നിന്നും വീണ്ടെടുക്കുന്ന അനുഭവത്തെ കുറിച്ച് കാണുവാൻ കഴിയും. പകൽക്കാലം അപ്പോ ആ ലഹരിയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ പ്രയത്നമാക്കുന്നു. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഓരോ മുക്കിനും മൂലയ്ക്കും ഗ്രാമങ്ങളിലും ഒക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒത്തിരി ഇടങ്ങളിൽ ഒത്തിരി തലമുറകൾ മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി. അപ്പോൾ അവരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രാക്ടിക്കലിലൂടെയും ചില പ്രാർത്ഥനാ മനുഷ്യരുടെ രംഗത്ത് വന്ന് അവരെ പ്രാർത്ഥിച്ച് അവരുടെ നല്ല വർത്തമാനം പറഞ്ഞു. അവരുടെ ആഘാത വഴിയിൽ നിന്നും ഇന്ന് നല്ല കുടുംബങ്ങൾ, നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ, നല്ല അറിവ്, അത് തെറ്റ് മനസ്സിലാക്കി നേർവഴിക്ക് വരുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക എന്ന്. നമ്മുടെ കാലങ്ങളെയും ഈ നാളുകളെയൊക്കെ നാം അറിയേണ്ട ഒരു സമയം, സന്ദർഭവും ആയിക്കഴിഞ്ഞു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പാപത്തിൻ്റെതായ അടിമത്തത്തിൽ പാപജീവിതം നയിക്കുന്ന മനുഷ്യനോട് ദൈവത്തിന് പറയുവാനുള്ളത്. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അറിയായ്മയുടെ കാലങ്ങളോ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും
മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അപ്പോൾ ദൈവം എല്ലായ്പ്പോഴും മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന്, പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുത്ത്, പ്രപഞ്ചത്തിലെ സർവേശ്വരനോട് മനുഷ്യൻ ചേരണമെന്ന് ആ സർവേശ്വരനായ ദൈവം അറിഞ്ഞിട്ട് കാലാകാലങ്ങളിൽ പല തലങ്ങളിലൂടെയും പറയാനിടയായി. വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ അല്ലെങ്കിൽ ബൈബിളിലൂടെ പറയുന്നത്, നാം അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മനുഷ്യൻ തെറ്റുതിരുത്തി അത് വിടേണ്ടത് വിട്ട് നേരായ മാർഗത്തിൽ വരണമെന്ന് പറയപ്പെടുന്നു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് യോഹന്നാൻ സുവിശേഷം പറയപ്പെടുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു എന്ന ഗുരുനാഥൻ പറഞ്ഞു. അപ്പോ ഇരുളിൽ നിന്നും മനുഷ്യനായി തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം അവരെ ബോധവൽക്കരണം ചെയ്യുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മദ്യപാനിയായിട്ടോ ലഹരി പദാർത്ഥനായിട്ടോ മാറിത്തീരുവാനായിട്ടല്ല. ദൈവത്തിന്റെ അംശമാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചും നല്ല ചിന്തകളും നല്ല കാര്യാദികളും നയിച്ചു മുന്നോട്ട് പോകുന്ന സ്വാഭാവികമായ ഈശ്വരാംശമുള്ള ഒരു മനുഷ്യനായി തന്നെ ജീവിക്കണം. അതിന്റെ ഉദ്ദേശം പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ എന്ന്. അപ്പോ ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ. അപ്പോ അപ്പനും മക്കളും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അമ്മയപ്പന്മാർ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ മരുമക്കൾ ഇവരൊക്കെ ഒരു കുടുംബമാകുമ്പോൾ അതിനകത്ത് ഒരു സ്നേഹമുണ്ട്. ഇതെന്റെ അപ്പനാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ മകനാണ്, മകളാണ്. ആ കുടുംബം സന്തോഷം, ഭാഗ്യമുള്ള കുടുംബം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം തന്നുമ്പോൾ ഒരു ഭൂമി എന്ന് പറയപ്പെടുന്നത് ഒരു സ്വർഗാനുഭവം, ഒരു സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ, അത് പാപമില്ലാത്ത ഒരു അനുഭവത്തോട് വസിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം മനുഷ്യനെ ദൈവം ഭൂമിയെ നൽകിയിരിക്കുന്ന, അതിനകത്ത് വാഴുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ഒരു കുടുംബം പകലിൽ വെച്ച് കുറച്ചു നാൾ പിരിഞ്ഞു പോകുന്നില്ല. ഒരു ഭാര്യ ഭർത്താവിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ലൈഫ് പാർട്ട്ണറാണ്. അതായത് ജീവിത അവസാനം വരെ ഒരു ഭാര്യയും ഭർത്താവും അവർ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്തും എടുത്തും അവര് പരസ്പരം വിശ്വസ്തയോടെ നിന്ന് കാര്യങ്ങൾ ചെയ്തൊക്കെ പോകേണ്ട ഒരു അനുഭവമാണ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെതായ പൂർണ്ണമായ അനുഭവം എന്ന് പറയുന്നത് നല്ല ജീവിതം പ്രചോദനം ചെയ്യുക, നല്ല ജീവിതം കാഴ്ചവെക്കുക, അതാണ് ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് കാണാൻ കഴിയുന്നത്. അപ്പോ ഈ ലൈഫ് പാർട്ണർ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനാകുമ്പോൾ 2-3 പേർ പാർട്ണർഷിപ്പ് ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് മരണം വരെ വിശ്വസ്തയോടൊന്ന് കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ആ വിശ്വസ്തയുടെ നടുവിൽ അവിടെ പരസ്പര സന്തോഷത്തോടെ നിൽക്കുന്ന അവർക്ക് അവരുടേതായ ആ ജീവിതത്തിനകത്ത് ദൈവം നൽകുന്ന അവകാശവും പ്രതിഫലവുമാണ് മക്കൾ എന്ന് പറയപ്പെടുന്ന. ഈ മക്കൾ ഈ ഭാര്യ ഭർത്താവിനോടൊപ്പം അവരെ ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് പൂർത്തീകരിക്കുന്ന നാൾ വരെ ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന ആ സന്ദർഭം നല്ല രീതിയിൽ ജീവിക്കണം. ലഹരി ഉപയോഗിച്ചിട്ടല്ല, ലഹരി വെറുത്തിട്ട് ലഹരിയെ കളഞ്ഞിട്ട് മനുഷ്യനായി സ്നേഹിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിട്ട് മാറരുത്. ലഹരി മാറ്റിയിട്ട് അത് വിശുദ്ധ വേദപുസ്തകം ഞാൻ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനും അമ്മയും ബഹുമാനിക്കുക. അപ്പൊ അപ്പനും അമ്മയെ ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു തലമുറയുടേതായ ജീവിതത്തിനകത്ത് ഒരിക്കലും പരാജയത്തിൽ പോകുവാൻ കഴിയത്തില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, എന്റെ പപ്പയുണ്ട്, എന്റെ അമ്മയുണ്ട്, അവരെ ബഹുമാനിക്കണം, അവരെ രക്ഷിക്കാൻ ഇടവരുത്തരുതെന്നുള്ള ചിന്തയും ബോധവും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരിക്കലും ആ കുടുംബം അവരെ അപ്പനും അമ്മയും രക്ഷിക്കേണ്ടി വരില്ല. അവരുടെ മക്കൾ പരാജയപ്പെട്ടു പോകില്ല, അവർ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ വേദപുസ്തകമാണ്, നേരിലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവിടെ ഭവനത്തിലുണ്ടാക്കും. പിതാക്കന്മാർ ഉണ്ടാക്കി വെക്കുന്ന അവകാശങ്ങളെ നഷ്ടപ്പെടുത്തുന്ന മക്കളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളത്. എന്നാൽ പിതാക്കന്മാർ നേരോടെ നടന്ന് അവർക്ക് അധ്വാനിക്കുന്ന പ്രതിഫലങ്ങൾ ഒരു കാരണവശാലും നശിച്ചു പോകുകയില്ല. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവരെ മക്കളെ നേർവഴിക്ക് നയിച്ചാൽ അവരുടെ സമ്പത്ത് അത് അനുഗ്രഹമായി തീരും.
അപ്പോൾ ഭൂമിയിൽ ദരിദ്രനായി തീരുവാനോ കഷ്ടത അനുഭവിക്കുവാനോ അല്ല ദൈവം മനുഷ്യരിലൂടെ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും ജനിച്ചു വരുന്ന പശ്ചാത്തലത്തിലും വളർന്നു വരുന്ന പാരമ്പര്യത്തിന്റെ നിലവാരങ്ങളിലും ആ പാരമ്പര്യ ജീവിതത്തിൻ്റെതായ നമത്വത്തിലും ഇടകലർന്നു പോകുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നല്ലവരായ നല്ല മനുഷ്യരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, വാർദ്ധക്യമായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, മനുഷ്യരായിട്ടുള്ള നമ്മോട് ദൈവം കൽപ്പിക്കുന്നത് വേണ്ടാത്ത വഴികളെ വിട്ട് നല്ല വഴി പിന്തുടരുക. നമുക്ക് എത്രയോ കാര്യങ്ങൾ ദൈവം തന്നിരിക്കുന്നു, അത് ചെയ്യുക. നമ്മുടേതായ പാർക്കുന്ന ദേശം ഒരു കൊച്ചു സ്വർഗമായി മാറ്റുവാൻ നമുക്ക് കഴിയും. വിടേണ്ട വഴി വിട്ടിട്ട് മാറിയിട്ട് വിശുദ്ധ പറയുന്നത് നിങ്ങൾ നല്ല വഴികളെ തെരഞ്ഞെടുക്കുകയും നിങ്ങൾ നല്ല അംശങ്ങളെ തെരഞ്ഞെടുപ്പിൻ. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് ഒന്ന് വാശി, വൈരാഗ്യം, ഇങ്ങനെയുള്ള പാപത്തിന്റെ പ്രബോധനങ്ങൾ നമ്മളെ കൊണ്ട് കടത്തിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ വിട്ട് ചെയ്യിപ്പിക്കും. അത് വേണ്ട. ഒരു ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകണം. ആത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട് മനുഷ്യനെ. മതം ഏതു തരമാണെങ്കിലും അത് ഒരു കൂട്ടരെ അത് ദൈവിപ്പിക്കുന്നു, ഒരു കൂട്ടരെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുന്നു. മറ്റു ഇതര മതങ്ങൾ അവരുടേതായ ആചാരപ്രകാരം അത് ഓരോ കാര്യങ്ങൾ ചെയ്യപ്പെടാറുണ്ട്. അപ്പോ ഇതിനകത്തിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് ഒരിക്കലും മരണമില്ല എന്ന് ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങൾക്കും നല്ലതുപോലെ അറിയാൻ കഴിയുന്ന ഒന്നാണ്. മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്ന്. അതിന്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരും ഒരു നാൾ പറയുന്നുണ്ട്, മനുഷ്യന്റേതായ ആത്മശാന്തി നമുക്ക് അത്യാവശ്യമാണ്. ഓരോ ദിവസം മരിക്കുന്ന നിമിഷം മുതൽ കുറെ ദിവസം അതിന്റെ ക്രമേണ ആണ്ടോടാണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നു, പൂജകൾ, കാര്യാദികളെല്ലാം ചെയ്യുന്നു. പക്ഷേ കർത്താവിന്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടതിനായി ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അപ്പോ അപ്പൻ ചെയ്യുന്നതിന്റെ മകൻ ശിക്ഷയേക്കേണ്ട, ആ മകൻ ചെയ്യുന്ന തെറ്റിന് അപ്പൻ ഏൽക്കേണ്ട. അവരവരുടേതായ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവരവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിനമുണ്ട്. മണ്ണിൽ പോകുന്ന ആ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിന് ദഹിപ്പിക്കുന്ന ആ ശരീരത്തിൽ വസിച്ചിരുന്ന ആത്മാവിനെ ഒരു നാൾ ന്യായവിധി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടും. അപ്പോ പ്രിയമുള്ളവര്, ഭൂമിയിലായിരിക്കുന്ന എല്ലാ മനുഷ്യരും മരിക്കുവാൻ ഉള്ളവരാണ്. എന്നാൽ ജനനമുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ അത് അറിയിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അത് അറിയിക്കണം. ഇന്ന് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 1969 നിയമം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് വീണ്ടും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോ ഇത് ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അത് വീണ്ടും അതേപോലെ നിലവാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ മറ്റു കാര്യങ്ങൾക്കായി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അതുപോലെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും പറയുന്ന ഒറ്റ പോയിന്റ്, മരിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്നു. ഇതൊക്കെ മിഥ്യ വാർത്തയാണ് എന്ന് അറിവുള്ളവർക്കറിയാം. മരിച്ചു കഴിഞ്ഞാലും അവന്റെ ആത്മാവിനെ അവൻ ചെയ്യുന്ന ശിക്ഷ ശരിയായ തെറ്റുമാകട്ടെ അതിന് പ്രതിഫലം ഉള്ള ഒരു സമയമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു മരണം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ഒരു ജനനവും മരണവും യാഥാർത്ഥ്യമാകുന്നെങ്കിൽ ഒരു ന്യായവിധിയും യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് നല്ല പ്രതിഫലം വാങ്ങുവാൻ നാം ഒരു നാൾ നിൽക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ഗോൽഗോഥായിൽ യാഗമായി തീർന്നത് സർവമാനവരാശിയുടെയും വീണ്ടെടുപ്പിനെന്ന് വിശുദ്ധ വേദഗ്രന്ഥം പറയപ്പെടുന്നു. അത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശു മരിച്ചത് എന്ന്. അപ്പോൾ അത് ഇന്നും അനവധി പേർ വിശ്വസിക്കുന്നു. അവരുടെ പാപങ്ങളെ മായ്ച്ചു കൊടുക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു. പാപത്തിന്റെ ശമ്പളമോ മരണം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തം പാപമോചനമെന്ന വീണ്ടെടുപ്പ് നൽകപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ ദേശത്തിന്റെ നടുവിൽ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടുന്ന ദേശത്തിലെല്ലാ പ്രിയ സഹോദരന്മാരോടും സഹോദരിമാരോടും എല്ലാ ചെറിയവരും വലിയവരോടും ദൈവത്തിൻ്റെതായ സന്ദേശം ഞാൻ തുടങ്ങിയത്
മനുഷ്യൻ മദ്യവും ലഹരിയും മനുഷ്യനെ അതേ ഓരോ മാതാപിതാക്കൾ അതേ വളരെ പ്രതീക്ഷയോടെ വളർത്തുന്ന കുഞ്ഞോമന മക്കളെ കാർന്നെടുക്കുന്ന ഒന്നാണ് ലഹരി. നമുക്കത് കാണാൻ കഴിഞ്ഞു. എങ്ങനെ നമ്മുടെ ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ കാണാൻ കഴിയും. അവർ കയറിയ സമയങ്ങളിലൊക്കെ എത്രയോ ആയിരക്കണക്കിന് ലോഡ് കണക്കിന് മദ്യ ലഹരി വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തു എന്ന് കാണാൻ കഴിയുന്നു. ഇത് സ്കൂൾ പരിസര മേഖലകളിൽ നിന്നൊക്കെ ആകുമ്പോൾ അവർ നശിച്ചു പോകാതിരിക്കാൻ നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. ഒരു തീരുമാനമെടുക്കേണ്ട സമയമായി കഴിഞ്ഞു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ഈ സമൂഹത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ, സത്യത്തിന്റെ വഴിയിലേക്ക് തിരിയുവാൻ നമ്മെ പരിശ്രമിക്കാം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദിവസത്തിൽ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ ദേശം വളരെ അനുഗ്രഹമായി കൊടുക്കണം. ഈ ദേശത്തിൽ വസിക്കുന്ന സർവ്വ മനുഷ്യർക്കും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ, ചെറിയ കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ, അവിടെ വിളിക്കണം. ഈ സന്ദേശങ്ങൾ അല്പനിമിഷം ഈ ദേശ നടുവിൽ ദൈവമേ അത് ഉദ്ധരിപ്പാൻ, ഈ ദേശത്തിലെ സകല പ്രിയപ്പെട്ടവരും അവിടെ നിന്ന് അത് ശ്രദ്ധയോടെ കേൾപ്പാനും അവരെ അവിടെ നിന്ന് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹം ദേശത്തിനടുവിൽ പ്രാപിക്കട്ടെ. നല്ല മാതൃകയുള്ള ജീവിതം നയിക്കുന്ന കുടുംബങ്ങളായി അവിടെ നിന്ന് ഓരോരുത്തരും എഴുന്നേൽപ്പിക്കണം. വാർദ്ധക്യ സഹജമായ അമ്മയപ്പന്മാർ ഈ ദേശ നടുവിൽ ഈ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ അവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണം. രോഗാനുഭവങ്ങളായിരിക്കുന്നെങ്കിൽ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഹൃദയത്തിന്റെ അംശികളായി ഈ ദേശത്തിൽ ഓരോരുത്തരെയും മാറ്റണം. ദൈവകൃപയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടുത്തു പോകുന്ന ദേശത്തിൽ ദൈവസ്ഥാനത്തെ കൊണ്ട് നിറയ്ക്കണം. കൃപയാൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേകിച്ച് എല്ലാവരുടെയും അതേ ഓർപ്പിക്കുവാനുള്ളത്, ഈ നാളുകളിൽ അതേ അസംബ്ലി സഭയുടെ മാമ്പഴക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ പല ദേശങ്ങളിലും ഞങ്ങൾ കടന്നു ചെയ്യുന്ന മദ്യലഹരി ബോധവൽക്കരണം